പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ൽ കലഹം രൂക്ഷം. നേതാക്കൾ തമ്മിലെ ഭിന്നത, വോട്ട് ചോർച്ച തുടങ്ങി തിരിച്ചടിയുണ്ടാക്കിയ കാര്യങ്ങളിൽ പാർട്ടി അന്വേഷണവും ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന് മുൻപേ ഉടലെടുത്തതാണ് പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ. നേതാക്കൾ തമ്മിലും പ്രവർത്തകർക്കിടയിലും ഭിന്നിപ്പ്. കനത്ത തോൽവിയോടെ ഇത് കൂടുതൽ രൂക്ഷമായി. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നതായിരുന്നു തുടക്കം മുതലേ ഉയർന്നുവന്ന ഭിന്നസ്വരങ്ങളിലൊന്ന്. തോൽവിക്ക് ശേഷം ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. പരസ്യ പ്രതിഷേധവും ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗം രാജു അബ്രഹാമിന്റെ ചിത്രം വെച്ച് സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് സൂചന നൽകി ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടു. പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും ഇന്നു ചേരുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. പ്രചാരണത്തിലുണ്ടായ മന്ദത, ജില്ലാ കമ്മിറ്റി ഓഫീസിലെ തമ്മിത്തല്ല്, മുതിർന്ന നേതാക്കളുടെ നിസ്സംഗത, പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ തിരിച്ചടി, വോട്ട് ചോർച്ച തുടങ്ങിയ കാര്യങ്ങളിൽ പാർട്ടി അന്വേഷണം നടത്തും. മന്ത്രി വീണ ജോർജിന്റെ സ്വന്തം തട്ടകമായ ആറന്മുളയിലാണ് ആന്റോ ആന്റണിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത്. മുതിർന്ന നേതാക്കളുടെ മണ്ഡലമായ അടൂരിലും ആന്റോ മുന്നേറി. വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് വ്യക്തം. ഞങ്ങളെടുന്ന് കരുതിയ വോട്ടിനേക്കാൾ ഏതാണ്ട് 70,000-80,000 വോട്ട് കുറവാണ്. അത് നല്ല പങ്കും UDF-യിലേക്കാണ്, കുറച്ച് BJP-യിലേക്ക് ഉണ്ടാവും. ഇപ്പം ഏതൊക്കെ മേഖലയിലാണ് ഇങ്ങനെ വോട്ട് പോയത്, ചോർന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്ത് തുടങ്ങിയത് വിശദമായിട്ട് ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ജില്ലയിൽ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാക്കിയ വിഷയങ്ങളിൽ അന്വേഷണവും നടപടികളും ഉണ്ടാകുന്നതോടെ CPM-നുള്ളിലെ നിലവിലെ ഭിന്നിപ്പ് കൂടുതൽ പ്രഹരശേഷിയുള്ളതാകും. ജനം, പത്തനംതിട്ട.